ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മീറ്റിംഗിൽ ഇരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സച്ചിൻ പാസ്റ്റർ കുടുംബം, ഇവിടെ ആയിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഈ സമയം അറിയിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. നമ്മൾ 18 മുതൽ അതിൻ്റെ 39 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിപ്പാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നത്. ഇവിടെ നമ്മളിന്ന് പാർട്ട് 9ാമത്തെ പാർട്ടാണ്. റോമാലേഖനത്തിലെ ഏറ്റവും 16 അധ്യായങ്ങളിലെ 8-ാം അധ്യായം എന്ന് പറയുന്ന വളരെ നീണ്ട അധ്യായമാണ്. ഏറ്റവും നീളമുള്ള അധ്യായമാണ് 8-ാം അധ്യായം. 39 വാക്യങ്ങൾ അടങ്ങിയതാണ്. എന്നാൽ ഈ അധ്യായം വളരെ പ്രത്യാശ നിർഭരമായ ഒരു അധ്യായമാണ്. ഈ ഭാഗം 18-39 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുമ്പോൾ വളരെയധികം പ്രത്യാശ, ഇതെനിക്ക് ധ്യാനിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ പ്രത്യാശയുടെ ഒരു അനുഭവം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു എന്നുള്ള ഒരു കാര്യം കൂടെ ഇന്ന് രാത്രി ദൈവമക്കളെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് രാത്രി ദാസൻ ദാനിയേൽ പാസ്റ്ററുടെ പ്രത്യാശയുടെ ഗാനങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ കേട്ടത്. പ്രത്യാശയുടെ ഗാനങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ആത്മീയമായിട്ട് ഒരു വർധന ഉണ്ടാകുവാൻ ഇടയായിത്തീരുന്നെന്ന് ഇന്ന് രാത്രി പിന്നെയും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് രാത്രി ഇത് 2 ഭാഗങ്ങൾ ആണ് 9ാമത്തെ പാർട്ടിൽ നമ്മൾ ചിന്തിക്കുന്നത്. 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഫ്യൂച്ചർ ഗ്ലോറി, വരാനിരിക്കുന്ന നമ്മുടെ തേജസ്സിനെ കുറിച്ചും, 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കർത്താവ് വിശ്വസിക്കുന്ന ഒരു വ്യക്തി പൂർണ്ണമായും ഈ ലോകത്തെ, പാപത്തെ, പിശാചിനെ ജയിക്കുന്നു. പൂർണ്ണ ജയാളികൾ, മോർ ദാൻ കോൺക്രീറ്റ്സ്. അങ്ങനെയുള്ള 2 ഭാഗങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിപ്പാൻ കർത്താവിന്റെ ശരണം പ്രാപിച്ചത്. 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ മനുഷ്യന്റെ വരാനിരിക്കുന്ന തേജസ്സിനെ കുറിച്ച്, ആ ഗ്ലോറിയെ കുറിച്ചാണ് പൗലോസ് ഇവിടെ വിവരിക്കുന്നത്. 18ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പൗലോസ് ഒത്തിരി കഷ്ടങ്ങളിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ്. നമ്മൾ കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം പൗലോസിന്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച്, അതിൻ്റെ ആ ഒരു കഷ്ടയുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയും. ഫിലിപ്പി ലേഖനം 1-29 വായിക്കുന്നു, ക്രിസ്തുയേശുവിൽ നമ്മൾ ജീവിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നമുക്ക് ദൈവം വരം നൽകി. ഇതൊരു ഗിഫ്റ്റാണ്. ഇവിടെ കഷ്ടം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ സർവൈവലുമായി, ഉപജീവനവുമായി ബന്ധപ്പെട്ട കഷ്ടതയെക്കുറിച്ചല്ല പുതിയ നിയമം പറയുന്നത്. പുതിയ നിയമം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടിയുള്ള കഷ്ടതയെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം നാം അനുഭവിക്കുന്ന നിന്ദകൾ, പീഡനങ്ങൾ, പെർസിക്യൂഷൻ, സഫറിങ്, ട്രിബുലേഷൻ. ഇപ്പോൾ നമ്മൾ ഏത് തരത്തിലായാലും നമ്മുടെ സമ്പത്തുകളുടെ അപകാരങ്ങൾ, എല്ലാം നമ്മൾ സഹിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം നമുക്കുണ്ടാകുന്ന, കർത്താവിനെ പ്രതി ചൊല്ലി നമ്മൾ സഹിക്കുന്ന എല്ലാ കഷ്ടതകളും, അത് പൗലോസ് പറയുന്നു. 2 കൊരിന്ത്യർ 4-19 വരുമ്പോൾ അവിടെ പറയുന്നു, നൊടി നേരത്തേക്കുള്ള കഷ്ടം, അനവധി നിത്യ തേജസ്സിന്റെ ഖനം. അവിടെ അങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം. അതിൻ്റെ 19 അല്ല, അതിൻ്റെ 17. നൊടി നേരത്തേക്കുള്ള, 2 കൊരിന്ത്യർ 4-17, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾ കിട്ടുവാൻ ഹേതുവാകുന്നു. അതുകൊണ്ടാണ് 17-ാം വാക്യത്തിൽ റോമാലേഖനം 8-17 നമ്മൾ വായിച്ചു നിർത്തിയത്. നാം അവനോട് തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനുടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പൊ ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ
പങ്കാളിയായി തീരുന്ന ഒരു ഭക്തന് വരാനിരിക്കുന്നത് തേജസ്സിന്റെ നിത്യമായ ഘനമാണ്. അതിനെക്കുറിച്ച്, ഈ തേജസ്സിനെ കുറിച്ചാണ് ഈ താഴോട്ട് പൗലോസ് തുറന്നുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഒരു ഭക്തൻ, നമ്മൾ കർത്താവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടങ്ങളെ അതിനെ വേറൊരു തരത്തിൽ ഒരു സെന്റിമെന്റൽ ആയിട്ട് അല്ലെങ്കിൽ ഇമോഷണലായി വൈകാരികമായി അവതരിപ്പിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ ഒത്തിരി ദേവാസന്മാരുടെ കഷ്ടങ്ങളും അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിനെ ഒരു അയ്യോ എന്നുള്ള ഒരു ഭാവത്തിൽ നമ്മൾ അവതരിപ്പിക്കാൻ പാടില്ല. അതൊരു വലിയ പ്രിവിലേജ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അതാണ് പത്രോസിനെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 40, 41, 42 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് അവർ പറയുന്ന സമയത്ത് അവരെ ഈ മതപുരോഹിതന്മാർ അവരെ അടിച്ചു, അവരെ അവരെ പീഡിപ്പിച്ചു. ആ സമയത്ത് അവർ അപ്പോസ്തലന്മാർ അവനെ അനുസരിച്ച് അപ്പോസ്തലന്മാർ വരുത്തി അടിപ്പിച്ചു. 40, ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കുന്ന കൽപ്പിച്ചവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ പുറപ്പെട്ടു പോയി. അപ്പം സന്നിധി സംഘത്തിലെ എന്തോ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കണം. സ്തോത്രം. ഏതായാലും പ്രത്യാശയുടെ വചനമായതുകൊണ്ട് ചെറിയ പോരാട്ടങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക എന്ന് ഈ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാനായിട്ട് അവർക്കത് വലിയ സന്തോഷമായിട്ട് ഇവിടെ കണക്കാക്കുന്നു. കാരണം അവരുടെ ഉള്ളിൽ ഈ വരാനിരിക്കുന്ന തേജസ്സിനെ കുറിച്ച് വ്യക്തമായ ഒരു റെവലേഷൻ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നല്ല റെവലേഷൻ കിട്ടിയ ഒരാളാണ് അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് അവരതിനെ അല്ലെങ്കിൽ നമ്മളതിനെ സീരിയസ് ആയിട്ട് അവതരിപ്പിക്കാൻ പാടില്ല. ഇതൊരു വലിയ ഒരു ഗിഫ്റ്റാണ്. ഈ വരം ലഭിച്ചവർക്കാണ് ഈ കഷ്ടത ലഭിക്കുന്നത്. ഇതൊരു പ്രിവിലേജ് ആയിട്ട് നമ്മൾ കാണണം എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണത് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത്. ഇവിടെ പത്രോസിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിലിരിക്കുന്ന ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിച്ചു പോകരുത്. നമുക്കതൊരു ഷെയിമായിട്ട് ഒരിക്കലും പറയാൻ പാടില്ല. ഞാൻ 99 സൗദിക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, ആ സമയത്ത് വളരെ സൗദിയിൽ ബൈബിൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ 98-99 കാലഘട്ടത്തിൽ രക്ഷാനുഭവത്തിലോട്ട് വരുന്ന സമയമാണ്. ആ സമയത്ത് എൻ്റെ അകത്ത് ഭയങ്കര പ്രത്യാശയാണ്. എങ്ങനെയും കർത്താവിന് വേണ്ടി ഉപദ്രവങ്ങൾ സഹിപ്പാനും എന്തിനും തയ്യാറായിട്ടുള്ള ഒരു വലിയ പ്രത്യാശയുടെ അനുഭവം. ആ പ്രത്യാശ നമ്മുടെ അകത്ത് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു തലത്തിലേക്ക് നമുക്ക് മാറുവാനായിട്ട് കഴിയുന്നു. ആ സമയത്ത് ഞാൻ ബൈബിൾ കൊണ്ടുപോകാൻ കാരണം അത്രേ ഉള്ളൂ, അവിടെ വെച്ച് തന്നെ പിടിച്ചാൽ എനിക്ക് ജയിലിൽ പോയി കിടക്കണം, കർത്താവിന് വേണ്ടി ജയിലിൽ പോകും. അപ്പം എൻ്റെ കൂടെയുള്ള അനേകർ ഹിന്ദുക്കളുടെ അടിയും ഇടിയും ഒക്കെ കൊണ്ടിട്ട് നിൽക്കുവാണ്. എനിക്കൊരു അടിയോ ഇടിയോ കിട്ടുന്നില്ല. അവർ വലിയ സാക്ഷ്യമൊക്കെ പറഞ്ഞിങ്ങനെ ഞെളിഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ അല്ലെങ്കിൽ ഒരു അടി കിട്ടണമെന്ന് പറഞ്ഞ് നടക്കും ആ സമയത്ത്. അപ്പോഴാണ് ഇങ്ങനെ സൗദിക്ക് പോകാനുള്ള ഒരു വഴി ദൈവം തുറക്കുകയും ആ സമയം സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു ബൈബിൾ കൊണ്ടുപോയി, ഞാൻ ഉപയോഗിച്ചുകൊണ്ട ബൈബിള്. അപ്പം എൻ്റെ ഉള്ളിൽ ആരെയും എനിക്ക് ഭയമില്ല, ദൈവത്തെ മാത്രം ഭയമുള്ള ആ ഒരു പ്രത്യേക അനുഭവം. എന്തോ ആയാലും ഇവിടെ വെച്ച് പിടിക്കപ്പെടും, ഒരു പക്ഷേ ജയിലിൽ പോകും, കുഴപ്പമില്ല. അങ്ങനെ ഇവിടെ റിയാദ് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് കസ്റ്റംസ് എൻ്റെ ബൈബിള്, എൻ്റെ ലഗേജ് ചെക്ക് ചെയ്തു, ബൈബിള് പിടിച്ചെടുത്തു. എന്നോട് ചോദിച്ചു, നീ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. ധൈര്യയോടെ ഞാൻ ക്രിസ്ത്യാനിയാണ്, ബൈബിളാണോ? ബൈബിളാണ്, ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം സന്തോഷം മടക്കി എൻ്റെ പെട്ടി അടച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹം. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യനെ അല്ല, അധികാര തലങ്ങളെ ഭയപ്പെടും. ദൈവത്തെ ഭയപ്പെടുന്നവനെ ദൈവം സൂക്ഷിക്കും. ദൈവത്തിൻ്റെ പ്ലാനിൽ, പദ്ധതികളിൽ നമ്മളായിരിക്കുമ്പോൾ അത്രയും പറഞ്ഞ ഈ സമയം പോകുന്നു. ഇപ്പം തന്നെ 10:40
എന്നൊക്കെ പറയണമെന്നൊക്കെ ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഈ ബൈബിൾ സ്റ്റഡിയുടെ കൂടെ ഇത് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ പ്രത്യാശയ്ക്ക് വേണ്ടി പ്രത്യാശ വർദ്ധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞ് 1 പത്രോസ് 4:1 പറയുന്നു, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് ആ ഭാവം തന്നെ നിങ്ങൾ ആയുധമായിട്ട് ധരിപ്പിക്കും. നമ്മുടെ ആയുധം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭാവമാണ്. അത് കഷ്ടതയുടെ ഭാവമാണ്. ക്രിസ്തു അനുഭവിച്ച കഷ്ടതയുടെ ഭാവമാണ് നമ്മുടെ ആയുധം, അല്ലാതെ വേറൊന്നുമല്ല. പോട്ടെ, ഞാൻ പെട്ടെന്ന് വിടുന്നു. അടുത്ത വാക്യം പറയുന്നു, ഈ തേജസ്സിനെ കുറിച്ച് പൗലോസ് അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വിവരിക്കുന്നത്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന എത്രേ. സർവ്വ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നോടെ ഇരിക്കുന്ന നാം അറിയുന്നുള്ളൂ. ഇവിടെ സൃഷ്ടി, ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളും, സർവ്വ സൃഷ്ടി എന്ന് അവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, അത് മനുഷ്യൻ, മൃഗങ്ങളും എല്ലാ സസ്യാദികളും ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. സൃഷ്ടി ദ്രവത്വത്തിന്റെ വിടുതലിന് വേണ്ടി മനുഷ്യപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ ഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദാമിനെ വാഴുവാനാണ് തോട്ടത്തിലാക്കിയത്. ആദാമാണ് മൃഗങ്ങൾക്ക് പേരിടുന്നത്. എല്ലാ മൃഗങ്ങളും ആദാമിനെ അനുസരിക്കുന്ന ഒരു സമയമാണ്. ഒരു മൃഗത്തെയും ഭയമില്ലാത്ത ഒരു സമയം, അന്തരീക്ഷം, നല്ല അന്തരീക്ഷം. അങ്ങനെ ഒരു അനുഭവമാണ് ആദാം ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പാപത്തിന്റെ ഫലമായിട്ട് ആദാം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. ഈ ഭൂമി ഇന്നും ശാപത്തിന്റെ കീഴിലാണ്. ഈ ശാപം മാറിയിട്ടില്ല ഭൂമിയുടെ. മനുഷ്യന്റെ ക്രിസ്തുയേശുവിൽ ആയ ഒരു വ്യക്തിയുടെ ശാപം മാത്രമേ മാറിയിട്ടുള്ളൂ. ഭൂമിയുടെ ശാപം മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ആയുസ് കുറഞ്ഞു. ഇവിടെ പറയുന്നു മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മായ എന്ന് പറയുന്നത് ഫ്യൂട്ടിലിറ്റി, ഒരു യാതൊരു പ്രയോജനമില്ലാത്ത കാര്യത്തെക്കുറിച്ച്. അതാണ് മായ എന്നുള്ള മെറ്റഫോർ പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ മായ അല്ലെങ്കിൽ നിഷ്ഫലമായ, ഫ്യൂട്ടിലിറ്റി എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 70-80 വർഷം ജീർണമായ ഒരു ശരീരത്തിന് അടിമപ്പെട്ടു പോയി മനുഷ്യൻ. ദ്രവിച്ചു പോകുന്ന ഒരു ശരീരത്തിന്, അമർത്യമായ ശരീരമായിരുന്നു ആദാമിന് ദൈവം കൊടുത്തിരുന്നത്. തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞാൽ ആ നാള് തൊട്ട് അവനിൽ മരണം കടന്നു വന്നു. 930 വർഷം ആദാം ജീവിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവൻ മരിച്ചു എന്നുള്ളത് സത്യമല്ലേ? അപ്പോൾ മർത്യത്തിലേക്ക് മാറി, ദ്രവത്വത്തിലേക്ക് മാറി. സ്തോത്രം. അവിടെ ആ മനുഷ്യന്റെ പാപം നിമിത്തം ഭൂമിയിൽ ശാപം കടന്നു വന്നു. മനുഷ്യ, നിന്നെ പൊടിയിൽ നിന്നെടുത്തു. 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 17, 18, 19 വാക്യങ്ങൾ വായിക്കാൻ സമയമില്ല. മനുഷ്യ, നിന്നെ പൊടിയിൽ നിന്നെടുത്തുകൊണ്ട് നീ പൊടിയിലേക്ക് തന്നെ പോകും. സർപ്പത്തെ ശപിക്കുന്നു, നീ ഇഴഞ്ഞു നടക്കും. അപ്പോൾ ഇവിടെ ഒരു വലിയ മാറ്റത്തിന് വേണ്ടി സർവ്വ സൃഷ്ടികളും കാത്തിരിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തു 2ാമത്തെ വരവിങ്കൽ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു, അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ കല്ലറകളിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടിരിക്കുന്ന നാം അവനോട് എടുക്കപ്പെടും. അവന്റെ ശരീരം നമ്മൾ പ്രാപിക്കും, പുത്രത്വം പ്രാപിക്കും. ഈ ദ്രവിച്ചു പോകുന്ന ശരീരം, ഈ മർത്യമായ ശരീരം അമർത്യത്തിലേക്ക് നീങ്ങുന്ന ഒരു പ്രത്യേക അനുഭവം. അതാണ് പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ ശവസംസ്കാര ശുശ്രൂഷയ്ക്കൊക്കെ എടുത്ത് വായിക്കുന്ന ഒരു വേദഭാഗമാണ്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഓർമ്മിപ്പിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം നമ്മൾ കൂടുതലും വായിക്കുന്നത് മരണസമയത്താണ്. അതിന് മനുഷ്യന്റെ തേജസ്, പക്ഷികളുടെ, മൃഗങ്ങളുടെ തേജസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ സൃഷ്ടികളുടെ മുഴുവൻ തേജസ്സിനെ കുറിച്ച് അവിടെ പറയുന്നു. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരം, 40 തൊട്ടുള്ള വാക്യങ്ങൾ. സ്വർഗീയ ശരീരം, ഭൗമശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ്സുണ്ട്, ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനം ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കും. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കും. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരം ഉണ്ട് എന്ന്
പറഞ്ഞിട്ട് ഞാൻ ഇടയിലുള്ള വായിക്കുന്നില്ല. 48-ൽ മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും എന്ന് ഇവിടെ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യ കാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. പൗലോസിന്റെ ശക്തമായ വെളിപ്പാടാണ്. നമ്മളറിയാലോ, ഈ വിത്ത്, നമ്മളൊരു ഗോതമ്പിന്റെ വിത്ത് വിതയ്ക്കുകയാണ്. ആ വിത്ത് വിതയ്ക്കുമ്പോൾ അത് മണ്ണിനടിയിൽ പോയിട്ട് ദ്രവിച്ചിട്ട് അതിൽ നിന്നൊരു പുതിയ ജീവൻ വരികയാണ്. ഈയിടെ ഞാനൊരു പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞന്റെ ആണെന്ന് തോന്നുന്നു, ഞാനൊരു മലയാളി, അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുന്നതായിട്ട് ഞാൻ വായിക്കാനിടയായി. അപ്പൊ അദ്ദേഹം പറയുന്നത്, ക്രിസ്ത്യാനിയാണോ എന്ന് എനിക്കറിയത്തില്ല, ഈ ബൈബിളിലെ കാര്യങ്ങൾ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നതായിട്ട് അദ്ദേഹം പറയും. അദ്ദേഹത്തിന് ആധാരമായിട്ട് ഇവിടെയുള്ള വിത്ത്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ്, ഗോതമ്പിന്റെ ഒരു വിത്തെടുത്ത് വിതച്ചാൽ അത് ദ്രവിച്ചു പോയിട്ട് അതിൽ നിന്ന് ഒരു പുതിയ ജീവൻ, അതാണ് നിന്റെ ഈ നാമ്പ് പൊട്ടിക്കിളിച്ച് വരുന്നത്. നെല്ല്, ഗോതമ്പ്, ഇങ്ങനെയുള്ള ധാന്യങ്ങൾ പൊട്ടിക്കിളിച്ച് പുതിയ ജീവൻ വരുന്നുവെങ്കിൽ മനുഷ്യന്റെ ശരീരം മണ്ണടിഞ്ഞു പോകുമ്പോൾ അതിൽ നിന്നൊരു ഉയർപ്പ് മനുഷ്യനുണ്ടാകും. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി അത് വരും എന്ന് അദ്ദേഹം പറയുവാനിടയായി. അദ്ദേഹം അതിനുള്ള തെളിവുകളൊക്കെ നിരത്തുന്നുണ്ട്. പക്ഷേ ഇന്നും ശാസ്ത്രലോകം ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ഇന്നും അവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്, മരിച്ചുപോയ മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു, എന്ത് മാറ്റം സംഭവിക്കുന്നു, മരണാനന്തര ജീവിതം എന്താണ്. പല ശരീരങ്ങളും ഇന്നും മോർച്ചറിയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതായിട്ട് നമുക്കറിയാം. ഈ ശരീരത്തിന് ഉയർപ്പ് കിട്ടാൻ വേണ്ടി അത് കാത്തിരിക്കുന്നു, ഒരു രൂപാന്തരം ഉണ്ടായി പുതിയൊരു ശരീരമായി മാറാൻ വേണ്ടി. എന്നാൽ 2000 വർഷങ്ങൾക്ക് അപ്പോസ്തലനായ പൗലോസ്, നമ്മുടെ ദൈവഭക്തന്മാർക്ക് ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീർന്നു. മനുഷ്യന് പുനരുത്ഥാനമുണ്ടെന്നും നിത്യമായ ഒരു ജീവനുണ്ടെന്നും അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തോട് അനുഭവപ്പെടുമെന്നുള്ള കാര്യങ്ങൾ ഇവിടെ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് ഇന്ന് രാത്രി നമ്മൾ അതിന്റെ ഭാഗങ്ങളാണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച ഭാഗങ്ങൾ മനഃപൂർവ്വമല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പനത്താണ്. ദൈവം അതങ്ങനെ ചെയ്തതാണ്. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ആദാമിന്റെ പാപനിമിത്തം അങ്ങനെ ഒരു കൽപ്പന ദൈവത്തിൽ ഉണ്ടായി. ആ ശാപം ഇന്ന് വരെയും മാറിയിട്ടില്ല. എന്നാൽ ഒരു പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ, ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ, യെശയ്യാ പ്രവാചകൻ, ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ യെശയ്യാ പ്രവാചകൻ 11:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ഇവിടെ വായിക്കാനുള്ള സമയമില്ലെങ്കിൽ നമുക്ക് സ്തോത്രം അത് നോട്ട് ചെയ്യുന്ന നല്ലതായിരിക്കും. അതിനകത്ത് ഈ സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ചയിൽ യേശുക്രിസ്തു നമ്മുടെ വിശുദ്ധന്മാരുമായി ഭൂമി ഭരിക്കുമ്പോൾ അന്നുണ്ടാകുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിക്കിങ്ങനെ, ചെന്നായി കുഞ്ഞാടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടിയെ നടത്തും, പശു കരയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്ക് ശിശു സർപ്പത്തിന്റെ പൊത്തിങ്കിൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. ഇത് ഏൻ തോട്ടത്തിൽ ആദാമിന് എല്ലാ മൃഗങ്ങളുടെ അടുത്ത് പോകാനുള്ള അധികാരമുണ്ടായിരുന്നു, വാഴുവാനുള്ള അതോറിറ്റി ഉണ്ടായിരുന്നു. ഇതേ അതോറിറ്റി തിരിച്ചു വരുന്ന ഒരു സമയമാണ്. ഇതൊരു പുതിയ സൃഷ്ടിയുടെ ഒരു മാറ്റത്തിന്റെ അനുഭവമായിട്ടാണ് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ ഒരു വിടുതൽ, ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ, അവരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ സൃഷ്ടിയെല്ലാം കാത്തിരിക്കുന്നു. അത് നമ്മുടെ ദൈവപുത്രന്മാർ, ദൈവമക്കൾ, അല്ലെങ്കിൽ നമ്മൾ പുത്രത്വം ലഭിച്ചവരാണ്, അഡോപ്റ്റഡ് ആസ് സൺസ്. നമ്മളെ അവന്റെ പുത്രത്വം നമുക്ക് തന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ സർവസൃഷ്ടി ഇന്ന് വരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുതോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഈറ്റുനോന്ന് നമുക്കറിയാമല്ലോ. സ്തോത്രം. നമുക്ക് ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുമ്പ് അനുഭവിക്കുന്ന ഒരു വേദന സൗരിമാർക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. ആ ഒരു വേദന ഒരു പുതിയ സൃഷ്ടിക്ക് വേണ്ടി, ഒരു പുതിയ ജീവന് വേണ്ടി, ഒരു പുതിയ ഫലത്തിന് വേണ്ടി
ഉള്ള ഒരു ഈറ്റുനോവിന്റെ ആരംഭം. നമ്മളെല്ലാം ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ഈ ഞരക്കം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പരിശോധിക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നമ്മൾ ഈ പ്രത്യാശയിലാണോ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് രാത്രി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഞരങ്ങുക എന്ന് പറയുമ്പോൾ, ഞാനിപ്പം 11:15 നിർത്തേണ്ട ഈ മെസ്സേജ് 11 വരെ പോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ് ഞരക്കം എന്ന് പറയും. 15 മിനിറ്റ് കൂടെ നീണ്ടുപോയാൽ ഉള്ളിൽ ഒരു ഞരക്കം വരും. ഇത് നിർത്തുന്നില്ലല്ലോ, ഇത് എപ്പത്തീരും എന്നുള്ള ഒരു ഞരക്കം. എന്ന് പറഞ്ഞ പോലെ നമ്മൾ എപ്പോൾ കർത്താവിന്റെ ശരീരവുമായി രൂപാന്തരപ്പെടും, നമ്മൾ എങ്ങനെ എപ്പോൾ പുതിയ സൃഷ്ടിയായി മാറും, ഈ ദ്രവത്വത്തിൽ നിന്ന് എങ്ങനെ ഒരു വിടുതൽ കിട്ടും എന്നുള്ളതായ ഒരു ഞരക്കം, അത് ഒരു പ്രത്യാശയുള്ള ഭക്തന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കാര്യം ഇത് ചെറിയൊരു പീരീഡിലുള്ള കഷ്ടമാണ്. ഇത് കഴിഞ്ഞാൽ ഒരു നിത്യമായ തേജസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുണ്ട്. ഇതിനെ ഞാൻ നിസ്സാരമായി എണ്ണുന്നു. അടുത്ത ഇതിന്റെ 23 ആത്മാവെന്ന് ആദ്യം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന് വീണ്ടും പുത്രത്തിന്റെ ഉള്ളിൽ ഞരങ്ങുന്നു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ട് കാണുന്ന പ്രത്യാശയല്ല. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രത്യാശ കൊണ്ടാണ് ഒരു മനുഷ്യൻ രക്ഷാനുഭവത്തിലേക്ക് കടന്നു വന്നത്. അല്ലാതെ ഈ ലോകത്തിന്റെ പ്രോസ്പെക്റ്റ് തിയോളജി പറയുന്ന പോലെ സ്ഥാനപ്പെട്ടാൽ നിന്റെ ഒരു വീട് നല്ല നിനക്ക് 5 വീട് കിട്ടുമെന്നോ, ഇപ്പൊ ഉണ്ടായിരിക്കുന്ന കാറല്ല നിനക്കൊരു 10 കാറ് കിട്ടുമെന്നോ, ഇപ്പൊ ഉണ്ടായിരിക്കുന്ന അവസ്ഥയല്ല നിന്റെ എല്ലാ ഭൗതിക തലങ്ങളും ബ്ലസ്ഡ് ആവുമെന്നോ, അതുകൊണ്ടൊന്നും അല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നമ്മൾ രക്ഷയിലേക്ക് വന്നത് ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. അതാ പൗലോസ് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യസഭയുടെ 1 കൊരിന്ത്യർ 15:17 പറഞ്ഞത്, നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര. ഈ ആയുസ്സിലാണ് നമ്മുടെ ക്രിസ്തുവിൽ നമ്മുടെ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ, ഈ ആയുസ്സിൽ ക്രിസ്തുവിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാ മനുഷ്യരിലും വളരെ പിറ്റി എന്നാണ് അവിടെ പറയുന്നത്. വളരെ അരിഷ്ടന്മാരാണ്. നമുക്കൊരു പ്രത്യാശയുണ്ട്. പൗലോസ് പറയുന്നത്, ഈ കാണുന്ന ഒന്നും പ്രത്യാശയല്ല. കാണുന്നതല്ല പ്രത്യാശ. കാണുന്നതിനായി നീ എന്തിനാ പ്രത്യാശിക്കുന്നു? ഈ ലോകത്ത് നമുക്കിപ്പോ ഒരു വീട് കിട്ടും, അല്ലെങ്കിൽ ഒരു സ്ഥലം കിട്ടും, അല്ലെങ്കിൽ ഈ കാണുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടി. ഇതെല്ലാം ഇവിടെ കാണുന്നതാണ്. ഇതിനായിട്ട് പ്രത്യാശിക്കേണ്ട കാര്യമില്ല. കാര്യം ഇതൊക്കെ നശിച്ചു പോകുന്ന കാണാത്ത ഒന്നുണ്ട്. നമ്മുടെ തേജസ് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആരാകുമെന്ന് നമ്മൾ അറിയത്തില്ല. നമ്മൾ ഇന്നതാകുമെന്ന് നമുക്ക് ഇതുവരെയും നമ്മൾ ആകിയിട്ടില്ല. അപ്പൊ അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. 1000 ആണ്ട് വാഴ്ച കർത്താവിനോടുകൂടെ പുരോഹിതന്മാരായി, രാജകീയ പുരോഹിതന്മാരായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ അന്നുണ്ടാകുന്ന ജാതികളെ ഭരിക്കുന്ന ഒരു പുരോഹിത വർഗമായി നമ്മൾ കാണപ്പെടുന്ന ഒരു പ്രത്യാശ. ഈ പ്രത്യാശയെല്ലാം നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ, ഇത് നമ്മുടെ ബുദ്ധിയിൽ നിന്നോ ഈ ലോകത്തിൽ നിന്നോ കിട്ടുന്നതല്ല. അത് സ്വർഗീയമാണ്, ദൈവത്തിന്റെ കൃപയാണ്. അത് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് നമുക്ക് ഈ ഞരക്കം വരുന്നത്. അപ്പോഴാണ് ഈ ലോകത്തിലെ താൽക്കാലികമായ കാര്യങ്ങളുടെ പുറകിൽ നമ്മൾ പോകാതിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്ന എന്തിന്? കാണാത്തതിനായി പ്രത്യാശയെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അടുത്ത ഭാഗം പറയുന്നു, ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനയ്ക്ക് തുണ നിൽക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനയ്ക്ക് തുണ നിൽക്കുന്നു. അവിടുത്തെ എന്താണ് ബലഹീനത? അതാണ് തൊട്ട് താഴെ പറയുന്നത്. പൗലോസ് പറയാണ്, വേണ്ടുന്നതുപോലെ പ്രാർത്ഥിക്കേണ്ടത് നാം അറിയുന്നില്ലല്ലോ. അതാണ് നമ്മുടെ ബലഹീന എന്ന് പറയുന്നത്. നമുക്കറിയത്തില്ല നമ്മൾ എന്തുവാ പ്രാർത്ഥിക്കേണ്ടത്, നമുക്കറിയത്തില്ല. നമ്മളെല്ലാം അങ്ങ് ചോദിക്കുക, എല്ലാം ഒന്നും കിട്ടാനും പോകുന്നില്ല. നമുക്ക് ദൈവത്തിന് അറിയാൻ നമുക്ക് എന്താ ആവശ്യമുള്ള. ഞാൻ ഇവിടെ നിന്നൊരു എയർബേസ് 380 വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, അവന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. പിന്നെ വേറെയും അതിനുണ്ട്, എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. പ്രിയമുള്ളവരെ, കർത്താവ് ആ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ് പ്രസംഗിച്ചിരുന്നത്.
ഇപ്പൊ ദൈവരാജ്യവുമായി കണക്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനെക്കുറിച്ച് ആ കർത്താവ് അവരെ പഠിപ്പിച്ചത്. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചോദിച്ചാൽ ആ നാമത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നിങ്ങളായിരിക്കും, ഞാൻ പറയാം, നമ്മളൊരു മിനിസ്ട്രി നടത്തുകയാണ്, നമുക്കൊരു വാഹനം ആവശ്യമുണ്ട്, പ്രാർത്ഥിച്ചാൽ ദൈവം അത് വഴി തുറക്കും. ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നാം ചോദിച്ചാൽ അത് നമുക്ക് ചെയ്തു തരും. അല്ലാതെ ഒരു വീടുള്ളവനെ പോസ്പിലിറ്റിക്കാർ പറയുന്ന പോലെ വേറൊരു വീട് നീ ചോദിച്ചോ, ഒരു കാറുള്ളവന് ബെൻസ് കാർ, വേറെ ബെൻസ് കാർ വരട്ടെ, നീ അത് ചോദിക്കുക, വിശ്വാസാൽ കണ്ടോ, വിശ്വാസാൽ ഗർഭം ധരിച്ചുകൊണ്ട് അതിനെ പ്രാപിച്ചെടുക്ക്. ഇതൊന്നും അല്ല ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായ സങ്കടമുണ്ട്. ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ തന്നെ ഗിരിപ്രഭാഷണം നമ്മളെ പഠിപ്പിച്ച്, നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് നിങ്ങളുടെ പിതാവ് അറിയുന്നു. നമ്മുടെ ആവശ്യം എന്താ നമുക്കറിയാം. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ, അതെല്ലാം ദൈവം നമുക്ക് നിറവേറ്റി തരും. അതിന് സ്തോത്രം ചെയ്താൽ മതി. എന്നാൽ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പൗലോസ് ഓരോ പ്രാർത്ഥനയിൽ ഓരോ ലേഖനം എഴുതുമ്പോൾ പൗലോസിന്റെ പ്രാർത്ഥന നമ്മൾ പഠിച്ചാൽ മതി. ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിയണമെന്നും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണമെന്നും, അങ്ങനെയാണ് അവർക്ക് ലേഖനം എഴുതുന്നത്. കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? നിങ്ങൾ ആത്മീയ വിവേകവും ആത്മീക ജ്ഞാനവും പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഫെസ്യ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നത് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിനും നിങ്ങളുടെ വെളിയാലുള്ള ആശയം തിരിച്ചറിയാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നീട് അങ്ങോട്ട് എഴുതുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഉയരം, നീതി, വീതി, ആഴം, നീളം, ഇങ്ങനെയുള്ള ഇതൊക്കെ എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാൻ, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ എന്ത് പ്രാർത്ഥിക്കണമെന്ന് ഒരു ആത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യനെ അറിയാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ അറിയാം. ഇവിടെ പൗലോസ് പറയുന്നത് നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്നാ പറയുന്നത്. നമ്മളെല്ലാം ചോദിക്കുക, പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസമില്ല, നമ്മൾ ചോദിച്ചതെല്ലാം പിന്നെയും പിന്നെയും തരണേ തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെയുള്ള പ്രാർത്ഥനയല്ല. നമുക്ക് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചോദിച്ചാൽ ദൈവം അത് ആവശ്യമാണെന്ന് കണ്ടാൽ നമുക്ക് റിലീസ് ചെയ്യും. അവിടെ അതാണ് പറയുന്നത്. അതിന് 20 പറയുന്നു, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളിൽ നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുകയാണ്. നമ്മളെല്ലാം എല്ലാ പ്രാർത്ഥനയും അവിടെ ടോട്ടലി ഫിൽട്ടർ ചെയ്യും ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് പ്രാർത്ഥനകളെ വേണ്ടാത്തതെല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വേണ്ടുന്നത് മാത്രം ദൈവത്തിൽ എത്തിക്കും. അതാ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അതിനെ നമ്മോട് കൂടെ ഇരിപ്പാൻ കർത്താവ് തന്ന വാഗ്ദത്തം അതാണ്. ഞാൻ പോയ എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. യോഹന്നാൻ 14-ാം അധ്യായം. അവിടെ എന്നാൽ ആത്മാവിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിന്റെ പർപ്പസ് അനുസരിച്ചാണ് ദൈവാത്മാവ് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നത്, വിശുദ്ധന്മാർക്ക് വേണ്ടി. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന കർത്താവിലായി തീർന്ന ഒരു ദൈവഭക്തനെ, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥനയെ എല്ലാം ചോദിക്കാൻ ഈ ലോകത്തിലെ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ അംബാനിയെക്കാളും വലിയ ആളായി മാറിയത്. ഈ ചോദിച്ചതെല്ലാം കിട്ടിയിരുന്നെങ്കിൽ ഇവിടുത്തെ ധനികന്മാരെ ആളിനേക്കാളും ഒക്കെ സമ്പന്നരായി മാറിയ നമുക്കറിയാം, നമുക്ക് ഈ ഭൂമിയിലെ ഒരു കാര്യങ്ങളെ കുറിച്ചും കർത്താവ് കൺസേൺ അല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നേ വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അതാണ് നമ്മുടെ ബലഹീനം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ഹിതപ്രകാരം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നു. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ളതിനെ ദൈവം എത്തിക്കുന്നു. അതൊന്ന് യോഹന്നാൻ 5-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നത് കൊണ്ടാണ്, അവന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാൽ. യോഹന്നാൻ 5-ാം അധ്യായം അവിടെ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ധൈര്യമാകുന്നു. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനകൾ ദൈവം കേൾക്കുകയും
അതിന് തക്ക സമയത്ത് ദൈവം മറുപടി അയക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം ഇവിടെ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. 28-ാമത്തെ വാക്യത്തോട്ട് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും എല്ലാ ഇടങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു ആശ്വാസ വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ വാക്യം നമ്മൾ പലപ്പോഴും ആശ്വാസവചനമായിട്ട് ഉപയോഗിക്കാറുണ്ട്, തെറ്റല്ല. പക്ഷേ ഇതിന്റെ കോണ്ടെക്സ്റ്റ് പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പറയുകയാണ്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മകനെ നിനക്ക് ഇപ്പൊ വന്നത് സംഭവിച്ചൊക്കെ അത് എല്ലാം നന്മയ്ക്കായിട്ട് തീരും. നമ്മൾ പൊതുവെ ഒരു ആശ്വാസത്തിന്റെ കാര്യമായി പറയാറുണ്ട്. എന്നാൽ പൗലോസോട് ഉദ്ദേശിക്കുന്ന നന്മ എന്താണ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ചിന്തിച്ചാൽ ഇതിന്റെ മറുവശം കൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്ത് 1-ാം നൂറ്റാണ്ടിൽ കർത്താവിന് വേണ്ടി ഇന്ന് ഒരുപാട് രക്തസാക്ഷികളുണ്ട്. മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തു നീറോ, അവരെ അഗ്നിക്കിരയാക്കി. അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സഹോദര നന്മയ്ക്കായി എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് നമുക്ക് എന്താണ് അതിന്റെ ആശയം? എന്താണ് ഇവിടെ പൗലോസ് പറയുന്നത്? ഭൂമിയിലെ ഒരു നന്മയെക്കുറിച്ചുമല്ല, സ്വർഗീയ നന്മകളെക്കുറിച്ചാണ്. ഈ മുകളിലത്തെ കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. നമ്മൾ ആശ്വാസവചനമായിട്ട് ഉപയോഗിക്കുന്നു എങ്കിൽ തന്നെയും ഞാൻ തെറ്റാണെന്ന് പറയുന്നില്ല. ഒരാളെ ധൈര്യപ്പെടുത്തുക, ഒരാളെ എൻകറേജ് ചെയ്യുക, ഒരാളെ സമാധാനിപ്പിക്കാനായിട്ട് നമുക്കത് ഉപയോഗിക്കുന്നുണ്ട്, തെറ്റുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഇതിന്റെ കോണ്ടെക്സ്റ്റ് അതല്ല. ഈ ഭൂമിയിലെ ഒരു നന്മയെക്കുറിച്ചും അല്ല പൗലോസ് പറയുന്നത്. സ്വർഗീയമായ നന്മകൾ, വരാനിരിക്കുന്ന തേജസ്, വീണ്ടെടുപ്പ്, പുത്രത്വം, ഇതിനെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച്, ആ നന്മയെക്കുറിച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗമാണ് 29-30 വാക്യങ്ങളിൽ പിന്നെയും പറയുന്നത്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തിരസ്കരിച്ചുമിരിക്കുന്നു. ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ്? വിളിക്കുക, നീതീകരിക്കുക, തേജസ്കരിക്കുക. ഇതാണ് ഇതിന്റെ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നത്. മുന്നറിഞ്ഞവരെ. അപ്പൊ ദൈവത്തിന്റെ ഒരു ഫോർ നോളജ് ഉണ്ട്. മുന്നറിവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മാസ്റ്റർ ബ്രെയിനിൽ ഒരു വ്യക്തി ഏത് സമയം രക്ഷിക്കപ്പെടുമെന്ന് അറിയാൻ പറ്റും. ഈ ഭൂമിയിൽ സുവിശേഷം കേൾക്കുമ്പോൾ ആരൊക്കെ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരും ദൈവത്തിന് മുന്നമേ അറിവുണ്ട്. അപ്പൊ ആ മുന്നറിഞ്ഞവരെ, ദൈവത്തിന്റെ ഫോർ നോളജിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ദൈവത്തിനെ അറിയത്തോളൂ. ഒരാൾ ഇവൻ സുവിശേഷം പറഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെടും, മറ്റോൻ സുവിശേഷം അനുസരിക്കത്തില്ല. അപ്പൊ ദൈവത്തിന്റെ ടൈം ലൈനിൽ ഇതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. ആ ഫോർ നോളജിൽ ആ രക്ഷിക്കപ്പെട്ട വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അവരെ വിളിച്ചും അവരെ മുൻനിയമിച്ചും അവരെ വിളിച്ചും അവരെ നീതീകരിക്കുന്നു, അവരെ തേജസ്കരിക്കുന്നു. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നതിനെ കുറിച്ച് കർത്താവിന്റെ മത്തായിയുടെ സുവിശേഷത്തിൽ കല്യാണ സദ്യയെ കുറിച്ച് പറയുന്നുണ്ട്. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അപ്പൊ ഈ കർത്താവിന്റെ വിളി എന്ന് പറയുന്ന ഒരു ഓഫർ കൊടുത്തിരിക്കും എല്ലാ മനുഷ്യനും, പബ്ലിക്കായിട്ട്. എല്ലാ മനുഷ്യനും കർത്താവിന്റെ നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതാണ് യോഹന്നാൻ സുവിശേഷത്തിലും കർത്താവ് യേശുക്രിസ്തു പറഞ്ഞേ, ഞാൻ ലോകത്തെ വിധിപ്പാനല്ല വന്നത്, ലോകമെന്നാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അപ്പോൾ ഈ ലോകത്തിലെ യഹൂദനെ മാത്രമല്ല, ജാതികളായ സകല മനുഷ്യനെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ടാണ് തീമോത്തിയോസിന് പൗലോസ് ലേഖനങ്ങളിൽ പറയുന്നു, രാജാക്കന്മാർക്കും ഭരണാധികാരി വിശേഷാൽ അധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് പറയുന്നു, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. 1 തീമോത്തിയോസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ചിന്തയുണ്ട്, ദൈവം എല്ലാവരും നേരത്തെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അവരാണ് വരുന്നത്. അങ്ങനെയല്ല. ദൈവം എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുക. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആ വിളി എങ്ങനെ വരിക? കയീൻ ശപിക്കപ്പെട്ടവനായി മാറി, ഹാബേല് മരിച്ചു, പിന്നെ സേത്ത് വരുന്നു, സേത്തിന്റെ സമയത്ത് യാഗമർപ്പിക്കുന്നു, കയീന്റെ സമയത്ത് നാഗരിക സംസ്കാരം പുറപ്പെടുന്നു. അവിടെ നിന്ന് ഒരു സേത്തിന്റെ തലമുറയിൽ ആത്മീക മനുഷ്യനുണ്ടാകുന്നു. മറ്റ് ഈ
ഭൂമിയിലെ ജഡീക മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു തലമുറ കൈന്റെ തലമുറ എന്നാ പോകുന്നത്. നാഗരിക സംസ്കാരം. ഇവിടെ സേത്ത് വരുന്നു, സേത്തിൽ നിന്ന് നോഹയിലെത്തുന്നു. ആ സമയത്ത് യാഗമർപ്പിക്കുന്നതിൽ നോഹ ദൈവത്തിന്റെ വിളി റെസ്പോണ്ട് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ശേമിൻ തലമുറയിൽ അബ്രഹാമാണ് വിളി റെസ്പോണ്ട് ചെയ്യുന്നത്. വേറെ ആരും വിളി റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. എല്ലാവരെയും കർത്താവ് വിളിച്ചു, കല്യാണ സദ്യക്ക് വരാൻ പറഞ്ഞു. പക്ഷെ കുറച്ചുപേർ റെഫ്യൂസ് ചെയ്തു, കുറച്ചുപേർ വന്നു. അവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വിളിക്കപ്പെട്ടവർക്കാണ്, വിളി റെസ്പോണ്ട് ചെയ്യുന്നവർക്കാണ്. ഒരു കമ്പനിയുടെ ഓഫർ ലെറ്റർ പൊതുവെ കൊടുത്തിരിക്കുകയാണ്, അതിന് സൈൻ ചെയ്ത് അതിനകത്ത് കയറുന്നവരെ കമ്പനിയുടെ ഭാഗമാകുന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത് പബ്ലിക്കിൽ മൊത്തം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ആ വിളിക്ക് റെസ്പോണ്ട് ചെയ്യുന്നവരെയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 3:25 നമ്മൾ വായിച്ചിരിക്കുന്നത്, അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. യേശു വിശ്വസിക്കുക, അവനിൽ നമ്മൾ ആയിത്തീരുക. ആ വിളി ഏറ്റെടുക്കുന്നവരെ ദൈവം തിരഞ്ഞെടുക്കുന്നു. അത് ദൈവത്തിന്റെ ഫോർനോളജിലുണ്ട്. ആരാണ് ഈ വിളി റെസ്പോണ്ട് ചെയ്തത്? അവരെയാണ്. അതാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. അതാണ് ദൈവത്തിനറിയാം എല്ലാ മനുഷ്യൻ എങ്ങനെ, ഓരോ മനുഷ്യന്റെ സിസ്റ്റത്തെ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സകല പദ്ധതികളും, ഞാൻ എന്ത് ചെയ്യും, നാളെ ഞാൻ എങ്ങനെ ആയിരിക്കും, മറ്റന്നാൾ എങ്ങനെ ആയിരിക്കും, നിങ്ങളിൽ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് മുന്നറിവുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് ആ റെസ്പോണ്ട് ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവർ തിരസ്കരിച്ചു ഇരിക്കുന്നു. വിഭാഗങ്ങളൊക്കെ വിവരിക്കുവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് സ്തോത്രം, ഞാൻ വേഗത്തിൽ കടന്നു പോവുകയാണ്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ഇനി 31-ാം വാക്യത്തിൽ ഇനി നമ്മൾ ഇത്തിരി സ്പീഡിലായിട്ട് പോവുകയാണ്. ഇത് സംബന്ധിച്ച് എന്താ പറയേണ്ടത്? പൗലോസ് ഇവിടെ പറയുകയാണ്, ഇനി പറ്റി എന്താ പറയണ്ടേ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഇനി ലോകത്തിലെ ഒരു ശക്തികളും സാത്താനവും യാതൊന്നും നമുക്ക് പ്രതികൂലമാകുകയില്ല. ദൈവമാണ് അനുകൂലം. ദൈവം എങ്ങനെയാണ് അനുകൂലമായി തീർന്നത്? അതിനാണ് തൊട്ടു വാക്യമാണ് പൗലോസോട് വെളിപ്പെടുന്നത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇതൊക്കെ എടുത്തിട്ട് നമ്മളിതിലെ ഈ ഭൂമിയിലെ കാര്യങ്ങളുമായി കണക്ട് ചെയ്തൊന്നുമല്ല. ഇതെല്ലാം ആത്മീകമാണ് പൗലോസ് വെളിപ്പെടുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചുമാണ് ഇവിടെ ശക്തമായി ഭാഗങ്ങൾ വിവരിക്കുന്നത്. നമ്മളതെല്ലാം എടുത്ത് ഈ ഭൂമിയിലെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യും. അത് ഒരു തെറ്റായ ഒരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ കോൺടെക്സ്റ്റിലെ നമ്മൾ ഈ വചനം നമ്മൾ പ്രസംഗിക്കപ്പെടാവും. സ്വന്തം പുത്രനെ ആദരിക്കാതെ, അതാണ് ദൈവം നമുക്ക് അനുകൂലമാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. ദൈവം അനുകൂലമെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ആരാണ്? കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് അവൻ വിശ്വസിക്കുക. അതാണ് ദൈവത്തോട് നാം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. ആ സ്നേഹം, ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടാണ് അവന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ മകനായി നമ്മൾ മാറുന്നത്. അവനോട് സ്നേഹമില്ലാത്ത ഒരു വ്യക്തിക്കും അവന്റെ മക്കളായി തീരുവാൻ കഴിയത്തില്ല, ആ കൽപ്പന അനുസരിക്കുവാൻ കഴിയത്തില്ല. ഇവിടെ പറയുന്നു, ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ പുത്രനെ ആദരിക്കാതെ ഭൂമിയിലേക്ക് ഒരു ദാസരൂപം എടുത്ത് മനുഷ്യനായിട്ട് വിളങ്ങി നമുക്ക് വേണ്ടി കാൽവരി കുളക്കളത്തിൽ മരിച്ച് അടക്കപ്പെട്ട്, എന്തിനാ? നമ്മളെ നിത്യമായ ജീവൻ തരുവാൻ. ഈ മരണത്തിൽ നിന്ന്, ഈ ദ്രവിച്ചു പോകുന്ന ശരീരത്തിൽ ഒരു അദ്രവത്വമായ ഈ പെരിഷബിൾ ബോഡിയിൽ നിന്നൊരു ഇംപെരിഷബിൾ ബോഡിയിലേക്ക് മാറ്റപ്പെടുവാൻ, അവന്റെ പുത്രന്റെ ശരീരത്തോട് അനുഭവപ്പെടുവാൻ, ആ പുത്രത്വം നമുക്ക് തരുവാൻ ദൈവത്തിന് നമ്മോട് സ്നേഹം തോന്നി. അതാണ് ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ യാതൊന്നിനും നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല. അതാ പൗലോസ് തുടർന്നുള്ള ഭാഗങ്ങളിൽ കൺക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഇതൊരു കൺക്ലൂഡറാണ്. ഈ 8-ാം അധ്യായം ഇതുവരെയുള്ള ഭാഗങ്ങൾ പൗലോസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് ഈ പ്രകാരമാണ്. അവനോട് സകലം നമുക്ക് നൽകാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനോട് കൂടെ പുത്രന് കൊടുത്ത എല്ലാം അവൻ നമുക്കും നൽകാതിരിക്കുമോ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഇവിടെ സ്ക്രീന്
39 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളെ പൂർണ്ണ ജയാളികൾ എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ മറന്നുപോയി, നമ്മൾ പറഞ്ഞു വന്നപ്പോൾ. അപ്പൊ ഇവിടെ ഇത് പറഞ്ഞ് ദൈവം നമുക്ക് അങ്ങ് പ്രതികൂലമാറും. നമുക്ക് ആരും പ്രതികൂലമില്ല. നമ്മൾ ഒരു ശക്തി, ലോകത്തിലെ ഒരു ശക്തിയും നമുക്ക് പ്രതികൂലമായി തീരുകയില്ല. കർത്താവ് നമുക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ തന്നു. അതുകൊണ്ട് പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചത് അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അവനോടുകൂടെ പുത്രന് കൊടുത്ത എല്ലാ അവകാശങ്ങളും നമുക്കും തരുമെന്ന് തന്നെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തെ സ്നേഹിച്ച, ദൈവ കൽപ്പനയനുസരിച്ച് വിശ്വാസത്തിൽ ആയ ഒരു വ്യക്തിയെ ഇനി ആർക്കും ശിക്ഷാവിധി എന്ന് പറഞ്ഞ് കുറ്റം ചുമത്താൻ പറ്റത്തില്ല. നിനക്ക് ശിക്ഷയുണ്ടെന്ന്, ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ് ഇനി അവനെ കുറ്റം ചുമത്തുവാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തെ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ജീവി, അതുകൊണ്ട് അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തി, അല്ലാതെ നമ്മൾ 8-ാം അധ്യായം തുടക്കത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചു, ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്ന ദൈവമാണ് നമ്മെ നീതീകരിച്ചിരിക്കുന്നത്. ശിക്ഷ വിധിക്കുന്നവൻ ആർക്ക് വിധിക്കാൻ പറ്റും? ഒരു സാത്താനും ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്തെ അനുസരിച്ച് ക്രിസ്തുയേശുവിന്റെ മക്കളായി തീർന്ന, ആത്മാവിൽ ജീവിക്കുന്ന ഒരു ഭക്തനെ ഇനി ശിക്ഷയ്ക്ക് വിധിക്കുവാൻ ഈ ലോകത്തിലെ ഒരു സാത്താന്യ ശക്തികൾക്കും സാധ്യമല്ല. നിത്യമായ ജീവനിലേക്കും സ്വർഗീയമായ അവകാശങ്ങളിലേക്കും ആ മനുഷ്യൻ ഓൾറെഡി പ്രവേശിച്ചു കഴിഞ്ഞു. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, ഇവിടുന്ന് ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ, മരിച്ചിട്ട് തന്നെ അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് നമ്മൾ സ്നാനക്കടവിൽ ഏറ്റുപറയുന്നു. നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നു. ഇബ്രാഹിം 7:25 പറയുന്നു, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. നമുക്ക് വേണ്ടി അവൻ 24/7 ഇന്റർസീഡ് ചെയ്യുന്നു. സാത്താൻ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മുടെ പാപ സ്വഭാവങ്ങളൊക്കെയും ജീവിതത്തിൽ കുറവുകളൊക്കെയും ഏറ്റുപറയുമ്പോൾ നമ്മളെ നിരമ്പ്രതി കഴുകി ശുദ്ധീകരിച്ച് നമ്മളെ നീതീകരിച്ച് നമ്മളെ നിഷ്കളങ്കരും വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായി പിതാവിന്റെ സ്ഥാനത്ത് നിർത്തുവാൻ കർത്താവ് നമുക്ക് വേണ്ടി 24/7 ഇന്റർസീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ദൈവം നമ്മെ പഠിപ്പിച്ചതാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അവിടെ പറയുന്നതാണ് പൗലോസ് പറയുന്നത്, വിശുദ്ധരും നിഷ്കളങ്കരും ബ്ലെയിംലെസ് അല്ലെ കുറ്റമില്ലാത്തവരും ആകേണ്ടതിന് അവൻ തന്റെ ശരീരത്തെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുപ്പാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് പൗലോസ് ഇതിനെയെല്ലാം ആധാരമാക്കി പറയുകയാണ്, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പാൻ ആർക്കും കഴിയത്തില്ല. ഇത്രത്തോളം നമ്മെ സഹായിക്കുന്നു, സ്നേഹിക്കുന്ന, അവന്റെ അവകാശങ്ങൾ തരുന്ന ഈ ദ്രവിച്ചു പോകുന്ന ശരീരത്തെ, മർത്യമായ ശരീരത്തെ അമർത്യതയിലേക്ക്, കറപ്ഷനില്ലാത്ത ഇംപെരിഷബിളായ ശരീരത്തിലേക്ക് രൂപാന്തരപ്പെടുത്തി നമുക്കെല്ലാം തരുന്ന ഈ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും ഈ ലോകത്തിലെ ഒരു കഷ്ടങ്ങൾക്കും വേർപിരിക്കുവാൻ കഴിയുന്നതല്ല. അതാണ് ഒരു ഭക്തന്റെ പ്രത്യാശയാണ്. പ്രിയപ്പെട്ടവർ, വേർപെടുമ്പോഴും നമ്മൾ ഈ പ്രത്യാശ ഉള്ളതുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുന്ന പ്രിയമുള്ളവർ, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, മാതാപിതാക്കൾ, ഉറ്റവർ, ചർച്ചക്കാർ, അതൊക്കെയും വേർപെട്ടു പോകുമ്പോൾ നമുക്കറിയാം ഇത് താൽക്കാലികമാണ്. നമുക്കും ഈ മരണമുണ്ട്. നമുക്ക് കർത്താവിന്റെ ശരീരം പ്രാപിക്കാനുള്ളവരാണ്, പുത്രത്വം പ്രാപിക്കാനുള്ളവരാണ്. നമ്മൾ അതിനുവേണ്ടി വളരെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് സങ്കടമോ ഉപദ്രവമോ, അല്ലെങ്കിൽ ഉപദ്രവിച്ചാലോ, ഇനി പട്ടിണി കിടന്നാലോ, ഇനി വസ്ത്രമില്ല, ഉടുപ്പില്ല, നഗ്നരായി തീർന്നാലോ, ആപത്ത് വന്നാലോ, വാള് വന്നാലോ, പൗലോസ് പറഞ്ഞു, നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാൻ ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നു. സങ്കീർത്തനം 44:22 ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് ഇരിക്കുന്നു, ഞങ്ങളെ മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയിരിക്കുന്നു. തൂക്ക് കയറിന് വിധിക്കപ്പെട്ട പോലെ എപ്പോഴും മരണത്തിന് ഏത് സമയം ഞങ്ങൾ മരണത്തിന് ഏൽപ്പിക്കപ്പെടും. അതുപോലൊരു പെർസിക്യൂഷനിൽ കൂടെയാണ് പൗലോസ് കടന്നുപോയത്. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണതയും പ്രാപിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:30 പറയുന്നു, ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
1 യോഹന്നാൻ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തന് മാത്രമേ ഈ വേൾഡിനെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ, ഈ ലോകത്തെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ സങ്കടങ്ങളെ, ഈ ഉപദ്രവങ്ങളെ, ഈ കഷ്ടതകളെ, ഈ രോഗങ്ങളെ, ഇതിനെ മരണത്തെയൊക്കെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ കടന്നു വന്നിരിക്കുന്ന രോഗങ്ങളെ നമ്മൾ ജയിക്കുന്നത് ഈ വിശ്വാസത്താലാണ്, ഈ പ്രത്യാശയിലാണ്. അങ്ങനെ പ്രത്യാശയുള്ളവർ അനേക രോഗങ്ങളെ അതിജീവിച്ച് കർത്താവിന്റെ പദ്ധതി വരെ ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ കഴിയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. അതാണ് ഇവിടെ ഈ റോമാലയൻ 8-ാം അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇത്ര വലിയൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിലെ ഒരു ഘട്ടങ്ങൾക്കും ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. ഈ വാഗ്ദത്വം നമ്മൾ മുറുകെ പിടിക്കുക, വാഗ്ദത്വത്തിന്റെ അംശികളായി തീരുക. നമ്മളെ ക്രിസ്തുയേശുവിற்கு ശിക്ഷാവിധിയുമില്ല. നമുക്ക് ഈ ശിക്ഷയിൽ നമ്മൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടന്ന് മുൻപോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ദ്രവിച്ചു പോകുന്ന ശരീരത്തിൽ നമുക്കൊരു ഉയർപ്പുണ്ട്. നമ്മുടെ പ്രത്യാശ അതാണ്. ഇതൊന്നുകൂടി നേരത്തേക്കുള്ള കഷ്ടങ്ങളാണ്. നമുക്കറിയത്തില്ല തേജസ് എന്താ, അതിന്റെ കനമെന്താ, ഇതൊന്നും നമുക്ക് വെളിപ്പെട്ടിട്ടില്ല. ഇതെല്ലാം വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. അതിനായിട്ട് നമ്മൾ നോക്കി പാർക്കുന്നുവെങ്കിൽ കർത്താവിന്റെ നാമനിമിത്തം നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും പരിഹാസങ്ങളും ഒക്കെയും അത് താൽക്കാലികമാണെന്നും അത് മുഖാന്തരം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതമായിക്കോട്ടെ, കുടുംബജീവിതമായിക്കോട്ടെ, പൊതുജീവിതമായിക്കോട്ടെ, സഭാജീവിതമായിക്കോട്ടെ, ഏത് ജീവിതമായാലും അവിടെയൊക്കെ യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം നിങ്ങൾ എവിടെയെങ്കിലും ചുരുക്കപ്പെടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം താൽക്കാലികമാണ്. നിത്യമായ ഒന്നിലേക്ക് നിങ്ങളെ കർത്താവിനെ അറിഞ്ഞത് മുഖാന്തരം നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം താൽക്കാലികമാണ്. അതെല്ലാം കർത്താവ് നമുക്ക് നന്മയ്ക്കായി മാറ്റും. സ്വർഗീയമായ നന്മകൾ തന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായി തീരുമെന്ന് പൗലോസ് പറഞ്ഞുകൊണ്ട് ഈ റോമാലേഖനം ഏറ്റവും നീണ്ട അധ്യായം 8-ാം അധ്യായമാണ്. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യാശയോടെ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.